നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 69 വയസ്സായിരുന്നു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സന്ദേശം, തലയണ മന്ത്രം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, അഴകിയ രാവണൻ തുടങ്ങി മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥയെഴുതി. ദേശീയ സംസ്ഥാന തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം എത്തിച്ചു. നാളെ രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് എം കെ ഷുക്കൂറും മുഹമ്മദ് ആഷിഖും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂറിലേക്കാണ്. ഷുക്കൂർ, നേരത്തെ കണ്ടനാട്ടെ വീട്ടിൽ നിന്ന് മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് പൊതുദർശനം ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എത്ര മണിവരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഒന്നുകൂടി ഏർപ്പെടുത്തുകയാണ്. ഈ ആളുകളെല്ലാം കൂടി ആ മൃതദേഹത്തിന് ചുറ്റും തടിച്ചുകൂടിയ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അവരെല്ലാം മാറ്റി ഈ കാണാൻ വന്നവർക്കെല്ലാം അതിനുള്ള സൗകര്യം ഒരുക്കാനുള്ള ഒരു തിരക്കിലാണ് ഇപ്പോൾ ഫെഫ്കയുടെ പ്രവർത്തകരുള്ളത്. എന്തായാലും ഒരു 15 മിനിറ്റിനകം പൊതുദർശനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട നടീനടന്മാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി പി രാജീവ് അടക്കമുള്ളവരെല്ലാം തന്നെ ഈ ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുന്നത്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഇടവേള ബാബു അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അല്പസമയത്തിനകം ഇവരെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കും. 3 മണിവരെയാണ് ഇവിടെ പൊതുദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരുപക്ഷെ തിരക്കെല്ലാം പരിഗണിച്ച് അല്പം 4 മണി വരെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇന്ന് തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവരുടെ ബന്ധുക്കൾക്കും മറ്റും കാണാനുള്ള സൗകര്യം ഒരുക്കിയ ശേഷം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കാനാണ് നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്.